നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഓച്ചിറയിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ്. നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തികൾ. സെപ്റ്റംബർ 20-ന് ട്രെയിനുകൾക്ക് നിയന്ത്രണം. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സബ് ഓഫീസ് ശാസ്താംകോട്ടയിൽ CDS വായ്പാ വിതരണവും നടത്തി. പിന്നോക്ക ജനതയുടെ ഉന്നമനത്തിന് സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി മന്ത്രി OR കേളു. വിശദമായ വാർത്തകളിലേക്ക്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ഓച്ചിറയിൽ ഉജ്ജ്വല സ്വീകരണം. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സ്വീകരണ പരിപാടി ഓച്ചിറയിൽ നിന്നുമാണ് ആരംഭിച്ചത്. ക്ലാപ്പന, കുലശേഖരപുരം എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ഓച്ചിറയിൽ CR മഹേഷ് MLA നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന കേരള സാഹസ് യാത്രയ്ക്കാണ് ഓച്ചിറയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം നൽകിയത്. കരുനാഗപ്പള്ളി നിയോജകമണ്ഡല ഉദ്ഘാടനം ഓച്ചിറയിൽ നടന്നു. അമ്മൻകുടം, കാവടിയാട്ടം, ചെണ്ടമേളം, കൈകൊട്ടിപ്പാട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ഓച്ചിറയിൽ കേരള യാത്രയെ സ്വീകരിച്ചത്. സ്വീകരണ സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പുരുഷന്മാരെ എല്ലാം മാറ്റി നിർത്തി കഴിവുള്ള ഒരുപാട് പേരെ മാറ്റി നിർത്തിക്കൊണ്ട് ദേശീയ നേതൃത്വം ജെബിയിൽ കണ്ട ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് മികവ് കൊണ്ടാണ് ഇന്ത്യൻ രാജ്യസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭാംഗമാകാൻ അവസരം കൊടുത്തത്. ജെബി മേത്തർക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച അംഗീകാരമായി ഞാൻ കാണുന്നില്ല. കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും ലഭിച്ച ഒരു അംഗീകാരമാണ്. ജെബിയെ ചോദിച്ചിട്ട് കിട്ടിയതല്ല, ജെബിയെ കണ്ടെത്തുകയായിരുന്നു. പ്രതികളെ മാത്രമല്ല വാദികളെയും മർദ്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറിയെന്നും പരിഷ്കൃത നാട്ടിൽ അപരിഷ്കൃത പോലീസ് സേനയായി കേരളത്തിലെ സേനയെ മാറ്റിയെന്നും MLA കുറ്റപ്പെടുത്തി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് S ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ജെബി മേത്തർ MP മറുപടി പ്രസംഗം നടത്തി. കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമങ്ങളുമായി നമ്മുടെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും യുവജനങ്ങളെയും ഒക്കെ അടിച്ചമർത്തുന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ നിത്യസംഭവങ്ങളായി മാറുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂരിലെ കുന്നംകുളത്തെ സുജിത്ത്, ഞാൻ പോയി കണ്ടതാണ് സുജിത്തിന്. ആ സുജിത്ത് നേരിടേണ്ടി വന്ന ആ വീഡിയോ CCTV ദൃശ്യങ്ങൾ നമ്മളെ ഞെട്ടിച്ചു. പക്ഷേ സുജിത്തുമായി സംസാരിച്ചപ്പോൾ, സുജിത്തിന്റെ സഹപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അത് ഒരറ്റം മാത്രമാണ്. CCTV ഇല്ലാത്ത ഇടങ്ങളിൽ അതിനേക്കാൾ ക്രൂരമായാണ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫേബ സുദർശനൻ, LK ശ്രീദേവി, സംസ്ഥാന സെക്രട്ടറിമാരായ ജയലക്ഷ്മി ദത്തൻ, L അനിത, BS വിനോദ, മീര സജി, അൻസാറെ മലബാർ, B സെവന്തികുമാരി, മാരിയത്ത്, സുനിത സലിംകുമാർ, ചിറ്റുമൂല നാസർ, മണ്ണേൽ നജീബ്, KA ജവാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹിളാ സാഹസ് യാത്രയ്ക്ക് കുലശേഖരപുരം വള്ളിക്കാവിലും ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. വള്ളിക്കാവിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ജാഥയാണ് ഇന്ന് ഈ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ എത്തിയിട്ടുള്ളത്. ഈ ജാഥയുടെ പേര് തന്നെ സാഹസിക യാത്ര എന്നാണ്. ഞാൻ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞ് എന്നോട് 2 കോൺഗ്രസിന്റെ നേതാക്കൾ, ഞാൻ പേര് പറഞ്ഞാൽ ഒന്ന് അൻവർ സാദത്ത് MLA യും ഒന്ന് മാത്യു കുഴൽനാടനും എന്നോട് പറഞ്ഞത്, ഒരു ദേശീയ ഭാരവാഹി എന്നുള്ള നിലയിൽ ജെബി മേത്തർ പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞത്. കാരണം വലിയ ബഹളങ്ങളില്ലാതെ സംഘടന ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ വ്യക്തതയോടെ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ജെബിക്ക് ഉള്ളത്. അതുകൊണ്ട് അത് നീ ഫോളോ ചെയ്താൽ നിനക്ക് നാളുകളിൽ ഈ സംഘടനയ്ക്കും നിനക്കും ഗുണമാകുമെന്ന് അവർ പറഞ്ഞ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ക്ലാപ്പന തോട്ടത്തിൽ മുക്കിൽ നൽകിയ സ്വീകരണം അനിൽ ബോസ് ഉദ്ഘാടനം ചെയ്തു. കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നു. കേരളത്തിലെ മുഴുവൻ ബ്ലോക്കിലും കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു. ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ട് നിർത്തുമെന്ന്. അവിടെ നിർത്തിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തുകളിൽ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു. ഇപ്പം ഏതാണ്ട് 6 മാസം പിന്നീടാണ്. നിങ്ങൾക്കെല്ലാം ഇന്ന് 9 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് പിന്നെ തുടങ്ങേണ്ട പരിപാടി വൈകിയപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും.
9 മാസത്തിലിടയ്ക്ക് പാർലമെന്റിലൊക്കെ പോയതുകൊണ്ട് ഞാനുള്ള കണക്കാണ് പറയുന്നത് 6 മാസം. അതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഞാൻ 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ചെറിയ യാത്രയല്ല, അത് ചെറിയ കാര്യമല്ല. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മണ്ഡലം ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സെപ്റ്റംബർ 20-ന് ട്രെയിനുകളുടെ യാത്രയിൽ മാറ്റം. ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ട്രെയിനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ എഞ്ചിനീയറിംഗ് ജോലികൾ നടക്കുന്നതിനാലാണ് 20-ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 6 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ്, കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ മധുര അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. 3 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കോട്ടയത്ത് സർവീസ് അവസാനിപ്പിക്കും. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് സർവീസ് അവസാനിപ്പിക്കും. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ചങ്ങനാശ്ശേരിയിലും യാത്ര അവസാനിപ്പിക്കും. ട്രെയിനുകൾ പുറപ്പെടുന്നതിലും മാറ്റം വരുത്തിയതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 20-ന് രാത്രി 8:05-ന് കോട്ടയത്തു നിന്നുമായിരിക്കും പുറപ്പെടുക. ഗുരുവായൂർ മധുര എക്സ്പ്രസ് 21-ന് കോട്ടയത്ത് നിന്ന് പകൽ 12:10-നായിരിക്കും പുറപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് 19 വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ പുനലൂർ ടൗൺ ഹാൾ നിർമ്മാണം. ടൗൺ ഹാളിന്റെ സ്ഥലം കാട് കയറി നശിക്കുകയാണ്. 2006-ലാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിന് ആദ്യം തറക്കല്ലിട്ടത്. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ടൗൺ ഹാളിന്റെ സ്ഥലം കാട് കയറി നശിക്കുകയാണ്. പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപമാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യ കേരള നിയമസഭാംഗവും CPI നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് N രാജഗോപാലൻ നായരുടെ പേരിലാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് 19 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് വൻ വിമർശനങ്ങൾക്കാണ് ഇടവരുത്തുന്നത്. 2006-ലാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിന് ആദ്യം തറക്കല്ലിട്ടത്. പിന്നീട് 2 തവണ ഉദ്ഘാടന ചടങ്ങ് നടന്നു. 3 നിലകളിലായി 4020 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 16 കടമുറികളുള്ള വ്യാപാര സമുച്ചയം 4020 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് 16 കടമുറികളുള്ള വ്യാപാര സമുച്ചയം വിഭാവനം ചെയ്തിരിക്കുന്നത്. 2022-ൽ പുനലൂർ നഗരസഭ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ തുടക്കം കുറിച്ചത്. എന്നാൽ പാതി വഴിയിൽ നിലച്ചു. അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്താണ് ടൗൺ ഹാളിന്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. സമയബന്ധിതമായി ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ 9.95 ലക്ഷം രൂപ പ്രതീക്ഷിച്ച പദ്ധതിയുടെ ചെലവ് കൂടാനും സാധ്യതയുണ്ട്. ടൗൺ ഹാളിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ചെമ്പകരാമനല്ലൂർ ചിറയിൽ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ കയാക്കിംഗ് വഞ്ചികൾ ഇറക്കിയത് കൗതുകമായി. അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് നവീകരിച്ച ചിറയിലാണ് യുവാക്കൾ കയാക്കിംഗ് നടത്തിയത്. ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ യുവാക്കളാണ് കയാക്കിംഗ് വഞ്ചി ഇറക്കിയത്. വൈകുന്നേരങ്ങളിൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയെത്തി സർവീസ് നടത്തുന്നത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി. അമിത് ഷാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് 3 കയാക്ക് വഞ്ചികളും ഇതിനാവശ്യമായ ഉപകരണങ്ങളും ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾക്ക് സൗജന്യമായി നൽകിയത്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും സഞ്ചാരികൾക്ക് ഇവിടെ ബോട്ടിംഗ് സവാരി അനുവദിക്കുന്നത്. നിലവിൽ കയാക്കിംഗ് വഞ്ചിയുടെ പരിശീലനമാണ് നടന്നുവരുന്നത്. ചിറയിൽ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതോടെ പ്രദേശത്ത് ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിശോധിച്ച് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ചിറയിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം രാജീവ് കോശി പറഞ്ഞു. അമിത് ഷാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഈ പ്രദേശവാസികൾക്കായി 3 ബോട്ടുകൾ, കയാക്കിന്റെ 3 ബോട്ടുകൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു പെഡൽ ബോട്ട് വരാനുണ്ട്. വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ എല്ലാ ആളുകളും. ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യതകളുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ചെമ്പകരാമനല്ലൂർ ചിറ അറിയപ്പെടും എന്നുള്ളതാണ്. നമുക്കിനി ഇവിടെ ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുവാനുണ്ട്. ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലബ് അംഗങ്ങൾ അതിൻ്റെ ഒരു പരിശീലനത്തിലാണ്. ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് തന്നെ. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചതിന് ശേഷം എല്ലാ ആളുകൾക്കുമായി ഇത് തുറന്നു കൊടുക്കുന്നതാണ്.
ചിറയിൽ കയാക്കിംഗ് വഞ്ചി ഇറക്കിയതോടെ വൈകുന്നേരങ്ങളിൽ കയാക്കിംഗ് സർവീസ് നടത്താൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ ഓണത്തിനായിട്ട് എല്ലാവരും സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം വൈകുന്നേര സമയം എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയൊരു നല്ലൊരു പ്രോത്സാഹനം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കൊല്ലം ഈസ്റ്റ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധ സദസ്സ് നടത്തി. ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ഇതിനു മുന്നോടിയായി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതോടെ പോലീസ് സേനയിൽ നിന്നും ക്രിമിനലുകളെ ഒഴിവാക്കും. ക്രിമിനലുകൾക്ക് കേരള പോലീസിൽ സ്ഥാനമുണ്ടാകില്ല. പോലീസ് സേനയിൽ ശുദ്ധികലശം അത്യാവശ്യമാണെന്നും സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടാണ് പോലീസുകാർക്ക് ശമ്പളം നൽകുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA-യുടെയും കേരളത്തിന്റെ ജനപ്രിയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗം ഇന്ത്യ മുന്നണിക്ക് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിജിയോടൊപ്പം നേതൃത്വം നൽകുന്ന ശ്രീ KC വേണുഗോപാൽ MP-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ വിഷയം ഏറ്റവും ഗൗരവമായി എടുത്തിരിക്കുകയാണ്. പോലീസിലെ ക്രിമിനലുകളെ വെച്ചു പറക്കുകയില്ല. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇന്നേക്ക് 8 മാസം കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രിയപ്പെട്ട നാട്ടുകാരുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരും. ഒരിക്കൽ കൂടി പറയുന്നു, അമ്മച്ചിയാണ് സത്യം. ഈ പോലീസിലെ ക്രിമിനലുകളെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നിയമം വഴി സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പോലീസിലെ ശുദ്ധീകരണം നടത്തും. ക്രിമിനലുകൾക്ക് കേരള പോലീസിൽ സ്ഥാനമുണ്ടാകില്ല മോനെ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലിട്ട് പാവങ്ങളെ ഇടിക്കാൻ വരുന്ന പോലീസുകാര് ഒരു നിമിഷം ഓർക്കണം, ചോദിക്കാൻ കോൺഗ്രസുകാരുണ്ട്. പൗരബോധമുള്ളവരുണ്ട്. ചേട്ടനെ പിടിച്ചുകൊണ്ട് അന്യായമായി ആക്രമിച്ചാൽ കോൺഗ്രസ് നോക്കി നിൽക്കില്ല. പാലത്തറ രാജീവ്, MM സഞ്ജീവ് കുമാർ, കുരുവിള ജോസഫ്, അൻസാർ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഓണപ്പൂരം സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് ശ്രീധരിയം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വൈകിട്ട് 5-ന് ടൗൺ LPS-ൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കരുനാഗപ്പള്ളി നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഓണപ്പൂരം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 5-ന് ടൗൺ LPS-ൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. ശ്രീധരിയം ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. കരുനാഗപ്പള്ളി നഗരസഭ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാപനം നാളെ ശ്രീധരിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഇത് ഓണപ്പൂരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് വെസ്റ്റിന്ത്യയും നഗരസഭയും വ്യക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് പരിപാടി നടത്തുന്നത്. കേരള വയോജന കമ്മീഷൻ ചെയർമാൻ K സോമപ്രസാദ് മുഖ്യ അതിഥിയാകും. നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിന് ശേഷം വ്യത്യസ്തമായ ഓണാഘോഷ പരിപാടികൾ നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ്, റെജി ഫോട്ടോ പാർക്ക്, മഹേഷ് ജയരാജ്, സിംലാൽ എന്നിവർ അറിയിച്ചു. ജനങ്ങൾക്ക് വളരെ പൂർണ്ണയും ആനന്ദകരമാകുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് കുടുംബശ്രീയിലെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയിലെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഒരുമിച്ച് ആസ്വദിക്കാനുള്ള ഒരു വലിയ കലാവിരുന്നാണ് ശ്രീധൈര്യം ആഴ്ച ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സബ് ഓഫീസ് ശാസ്താംകോട്ടയിൽ ആരംഭിച്ചു. CDS വായ്പാ വിതരണവും നടത്തി. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിച്ചു. പ്രണാമം 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 ശ്രീമദ് അയ്യങ്കാളി ജയ. പ്രഥമനാമങ്ങയെ പ്രാർത്ഥിപ്പു ഞങ്ങൾ, പ്രഭയോടെ മനസ്സിൽ വിളങ്ങണമേ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ശാസ്താംകോട്ട സബ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിച്ചു. CDS വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വിഭാഗത്തിലെ പ്രഗത്ഭരായ കുട്ടികളെ നേരിട്ട് DYSP-മാരാക്കാൻ വേണ്ടി നേരിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. വക്കീൽമാരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കലക്ടർമാരാകാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേഴ്സുമാരാകാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
എഞ്ചിനീയർമാരാകാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനെ പറഞ്ഞതിന് പുറമെ ഞാൻ വിട്ടുപോയത് ഒന്നുകൂടി ഓർമ്മിച്ചു പറയട്ടെ. MLA ഞാനിത് എണ്ണി പറഞ്ഞത് കേരളത്തിലെ സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ SC/ST വിഭാഗത്തെ കേരളത്തിലെ സാമൂഹിക മാറ്റത്തോടൊപ്പം ഈ സമൂഹത്തെയും ഉയർത്തുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന നിരവധി പദ്ധതികളാണ് ഈ എണ്ണി പറഞ്ഞത്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, മുൻ MP K സോമപ്രസാദ് എന്നിവർ ചേർന്ന് വായ്പ വിതരണം ചെയ്തു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു സ്വാഗതം പറഞ്ഞു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം, ജില്ലാ പഞ്ചായത്ത് അംഗം P ശ്യാമളയമ്മ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ R ഗീത, ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, വർഗീസ് തരകൻ, SK ശ്രീജ, S ശ്രീകുമാർ, ബിനു മംഗലത്ത്, വത്സലകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചാരായവുമായി 2 പേർ അറസ്റ്റിൽ. കിഴക്കേക്കല്ലട സ്വദേശികളായ ഗോപാലകൃഷ്ണൻ, ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 20 ലിറ്റർ ചാരായവും 25 ലിറ്റർ സ്പെൻഡ് വാഷും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ചാരായവുമായി 2 പേരെയാണ് ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N അബ്ദുൽ വഹാബും സംഘവും പിടികൂടിയത്. കിഴക്കേക്കല്ലട താജത്ത് മുറിയിൽ ചെറുകാളി വീട്ടിൽ ഗോപാലകൃഷ്ണൻ, കിഴക്കേക്കല്ലട താജത്ത് മുറിയിൽ സരിതാ ഭവനത്തിൽ ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 20 ലിറ്റർ ചാരായവും 25 ലിറ്റർ സ്പെൻഡ് വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. ഇയാളുടെ സഹായിയായാണ് ഗിരീഷ് പ്രവർത്തിച്ചു വന്നത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായായിരുന്നു ശാസ്താംകോട്ട എക്സൈസ് പരിശോധന നടത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് വളരെ വ്യാപകമായ രീതിയിൽ പരിശോധനകൾ നടന്നു വരുന്നതാണ്. അതിന്റെ ഭാഗമായി ശാസ്താംകോട്ട റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ മികച്ച ഒരു എൻഫോഴ്സ്മെന്റ് പ്രവർത്തനമായിരുന്നു ഈ കണ്ടെത്തൽ. ഈ ഭാഗങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് മറ്റ് വ്യാജ മദ്യം, ചാരായം എന്നിവയൊക്കെ ഒഴുകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തി വരവെയാണ് ഈ ഗോപാലകൃഷ്ണനെ നമ്മൾ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഓച്ചിറയിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ്. നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തികൾ. സെപ്റ്റംബർ 20-ന് ട്രെയിനുകൾക്ക് നിയന്ത്രണം. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സബ് ഓഫീസ് ശാസ്താംകോട്ടയിൽ CDS വായ്പാ വിതരണവും നടത്തി. പിന്നോക്ക ജനതയുടെ ഉന്നമനത്തിന് സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി മന്ത്രി OR കേളു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.